SDPI-കാരിയാക്കി ചിത്രീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതാവും കൗൺസിലറുമായ ഭർത്താവ് ഹൈദരാലിയുടെ മരണത്തെ തുടർന്നാണ് ആമിന ഹൈദരാലി ആദ്യമായി കോൺഗ്രസിനായി മത്സരിച്ച് ജയിക്കുന്നത്. അത് കൈപ്പത്തി ചിഹ്നത്തിൽ. തൊട്ടു പിന്നാലെ നടന്ന കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇവർക്ക് സീറ്റ് നൽകിയില്ല. ആമിന കോൺഗ്രസ് വിമതയായി രംഗത്തിറങ്ങി. സ്വതന്ത്രയായി നോമിനേഷൻ നൽകി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വൃക്ഷമടയാളത്തിലാണ് അവർ മത്സരിച്ചതും ജയിച്ചതും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റും സത്യവാങ്മൂലവും എല്ലാം അത് ഉറപ്പാക്കുന്നു. ഇവർ എങ്ങനെ SDPI-കാരിയാകും? കൗൺസിലറായി മത്സരിക്കുമ്പോൾ ജയിക്കുമ്പോഴും പോലും അവർ കോൺഗ്രസുകാരിയാണ്. SDPI-കാർക്ക് കോൺഗ്രസിൽ പ്രവർത്തിക്കാനാവുമോ? ഇതിനായി എന്തൊത്തുകളിക്കാനാണ് എന്റെ മനോരമയെ. സതീശന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്തു നുണയും മണ്ടത്തരവും ആധികാരികതയോടെ അവതരിപ്പിക്കും. വന്ന് ഇപ്പോൾ സത്യം പറയുന്നത് തന്നെ മൂപ്പർക്ക് അലർജിയായി മാറിയിരിക്കുകയാണ്. സതീശനോടും അത് കേട്ടിറങ്ങിയ മാധ്യമപ്രവർത്തകരോടും ഒരു വാക്ക്: UDF അല്ല